ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ് മാത്സിൻ്റെ ഓണം പരീക്ഷയ്ക്കുള്ള 200 ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പാർട്ട് 7ലേക്ക് സ്വാഗതം. ചോദ്യം നോക്കാം. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്നിങ്ങനെ തുടരുന്ന സമഭുജ ത്രികോണങ്ങൾ പരിഗണിക്കുക. കൺസിഡർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വിത്ത് സൈഡ്സ് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എക്സെട്ര. ഇവയുടെ ചുറ്റളവുകളുടെ ശ്രേണി എഴുതുക. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദെയർ പെരിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ചുറ്റളവുകൾ പെരിമീറ്റേഴ്സ്. വശം 1 ആണെങ്കിൽ 3 × 1 3. സൈഡ് 2 സെന്റിമീറ്റർ, അപ്പോൾ 3 × 2 6 സെന്റിമീറ്റർ. വശം 3 ആണെങ്കിൽ 3 × 3 9 സെന്റിമീറ്റർ. ആയതുകൊണ്ട് ശ്രേണി, അതായത് സീക്വൻസ് 3 6 9 12 എക്സെട്ര. ഓക്കെ. സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, 3 സൈഡും എന്താണ്? ഈക്വൽ ആണ്. 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 1 1 1, അപ്പോൾ ഇത് ആഡ് ചെയ്താൽ 3. അതാണ് എന്ത്? ചുറ്റളവ്, പെരിമീറ്റർ. ഓക്കെ. 1 പകരം 2 ആണെങ്കിൽ 2 2 2 6, 3 ആണെങ്കിൽ 3 3 3 9. അപ്പോൾ നമ്മുടെ സീക്വൻസ് 3 6 9 12. ഇതൊരു സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? ഈസ് ഇറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്? വൈ? ഇത് ഒരു സമാന്തര ശ്രേണിയാണ് കാരണം ഇവിടെ പൊതുവ്യത്യാസം 3 ആണ്. ഇറ്റ് ഈസ് an AP because the common difference d equal to 3 is constant. തൊണ്ണൂറ്റിരണ്ടാമത്തെ ചോദ്യം. ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങളും അതിവർഷത്തിൽ 366 ദിവസങ്ങളുമുണ്ട്. An ordinary year has 365 days and a leap year has 366 days. സാധാരണ വർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എത്ര? അപ്പം നമുക്ക് ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 7 5 35, 1 5 8 15ൽ 2 പ്രാവശ്യം 7 2 14, ബാക്കി 1. അതായത് 365നെ നമുക്ക് 7 × 52 + 1 ഇങ്ങനെ എഴുതാം. ഓക്കെ. അതായത് 52 ആഴ്ചകൾ, ഫുൾ ആഴ്ചകളായിരിക്കും ഉണ്ടാവുക. 7 ദിവസമുള്ള 52 ആഴ്ചകളാണുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു ദിവസം ബാക്കിയുണ്ട്. ആ ദിവസം 7ൽ ആര് വേണമെങ്കിലും വരാം. അതുകൊണ്ട് 1/7 സാധ്യതയാണ് ആർക്കുള്ളത്? ഞായറാഴ്ചയ്ക്കുള്ളത്. 365 ഈക്വൽ ടു 52 ഫുൾ ആഴ്ചകൾ, 52 വീക്സ് പ്ലസ് ഒരു ഡേ. അപ്പോൾ സാധ്യത സമം ഇവിടെ ഈ ഒരു ദിവസം ബൈ ആകെ ദിവസങ്ങൾ 7, 1/7. അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് 366 എന്ന് പറയുന്നത് 7 × 52 + 2 ആയിരിക്കും അല്ലേ? 366നെ 7 കൊണ്ട് ഹരിച്ചാൽ 52, റിമൈൻഡർ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 2 ദിവസം ബാക്കിയുണ്ട്. ആ 2 ദിവസത്തിൽ ഒരെണ്ണം ചിലപ്പോൾ ഞായറാഴ്ചയാവാം അല്ലേ? അപ്പോൾ ഈ 7 സാധ്യതകൾ, 7 ആകെ നമുക്ക് 7 ദിവസങ്ങളാണുള്ളത്. അതിൽ ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്രയാണ്? ഒരു ദിവസം. അപ്പോൾ അത് 1/7 × 2. അപ്പോൾ നമുക്ക് ഈ 2 ദിവസങ്ങളിൽ അനുകൂല സാഹചര്യങ്ങളാണ്. 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞായറാഴ്ച വരാം.
അത് 2 അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഡിവൈഡഡ് ബൈ ആകെ ദിവസങ്ങൾ 7, 2/7. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. ഒരു വൃത്തത്തിലെ 2 ഞാണുകളാണ് എ ബി സി ഡി. അവ പിയിൽ മുറിച്ചു കടക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഒരു വൃത്തം, സർക്കിൾ റഫായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. പിയിൽ മുറിച്ച് കടക്കുന്ന 2 കോഡ്സ് ആണ് എ ബി ആൻഡ് സി ഡി. അപ്പം ഞാൻ ഇവിടെ എ ബിനെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സി ഡി ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇത് എ ബി, ഇത് സി ഡി, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് പി. ഇനി ക്വസ്റ്റ്യൻ, കോൺ എ പി സിയുടെ എതിർ കോൺ ഏതാണ്? ആദ്യം എ പി സി ഇതാണ്, ഇതിൻ്റെ എതിർ കോൺ ഇതായിരിക്കും, കോൺ ബി പി ഡി. ഓപ്പോസിറ്റ് ടു കോൺ എ പി സി, എതിർ കോൺ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, കോൺ ബി പി ഡി. ഓക്കെ, ഇനി കോൺ എ സി ഡി ഈക്വൽ ടു കോൺ എ ബി ഡി ആണെന്ന് തെളിയിക്കുക. എ സി ഡി ഏതാ? ഇവിടുന്ന് സിയിലേക്ക് വരയ്ക്കുക, സിയിൽ നിന്നും ഡിയിലേക്ക്. ഇതാണ് എ സി ഡി. ഈ എ സി ഡിയും അതേപോലെ എ ബി ഡി, ഇതാ, ഇത് രണ്ടും തുല്യമാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്ക് ഈ ഒരു ചാപം ആർക്ക് എടുക്കാം. എ ഡി എന്ന ചാപത്തിൻ്റെ മറുചാപം, ആൾട്ടർനേറ്റ് ആർക്ക്, അതിലാണ് എ സി ഡിയും എ ബി ഡിയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ ചാപത്തിലുള്ള കോണുകൾ തുല്യ അളവായിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ എ സി ഡി ആൻഡ് ആംഗിൾ എ ബി ഡി ആർ ഇൻ ദി സെയിം സെഗ്മെന്റ് ഓഫ് ആർക്ക് എ ഡി. ഇവിടെ ഉണ്ട്, ഇതാ, angles in the same segment are equal, therefore angle ACD equal to angle ABD. ACD ABD എന്നീ കോണുകൾ ഒരേ വൃത്തചാപം AD ഉണ്ടാക്കുന്ന കോണുകളാണ്. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ എമ്മാം പദം എന്നും എന്നാം പദം എമ്മുമാണ്. പൊതുവ്യത്യാസം -1 ആണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, എന്നാലും ഒന്ന് ചെയ്യാം. എമ്മാം പദം എക്സ് എം സമം എൻ. എന്നാം പദം nth ടേം എം, അപ്പോൾ എക്സ് എൻ സമം എം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? mth ടേം, എമ്മാം പദം എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് m-1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ f പ്ലസ് m-1 ഇൻറ്റു ഡി സമം n. ഓക്കെ, അതേപോലെ എന്നാം പദത്തിനെ f പ്ലസ് n-1 ഇൻറ്റു ഡി സമം m എന്നെഴുതാം. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇനി രണ്ട് ഇക്വേഷനും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം, കുറച്ച് നോക്കാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പം നമുക്കിവിടെ എഫും എഫും മൈനസ് ചെയ്താൽ ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ m-1 ഇൻറ്റു ഡി മൈനസ് n-1 ഇൻറ്റു ഡി ഈക്വൽ ടു n മൈനസ് m എന്നെഴുതാം.
ഓക്കെ, ഇതിൽ ഡി പൊതുവാണ്. ഡി ഇൻറ്റു വലിയൊരു ബ്രാക്കറ്റിൽ ഇതിൽ ബാക്കി എം മൈനസ് 1 മൈനസ് ഇവിടെ ബാക്കി എൻ മൈനസ് 1 ഈക്വൽ ടു എൻ മൈനസ് എം. അപ്പം നമുക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു എൻ മൈനസ് എം ബൈ ആദ്യം ഇതിനെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം. ഡി ഇൻറ്റു എം മൈനസ് 1 ഇത് മൈനസ് എൻ മൈനസും മൈനസും പ്ലസ് 1 ഈക്വൽ ടു എൻ മൈനസ് എം. ഡി ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ എം മൈനസ് എൻ ഈക്വൽ ടു എൻ മൈനസ് എം. അപ്പം നമുക്ക് ഡി ഈക്വൽ ടു എൻ മൈനസ് എം ബൈ എം മൈനസ് എൻ. ഇനി ഈക്വൽ ടു നമുക്ക് ഇതിൽ നിന്നും ഒരു മൈനസ് പുറത്തേക്ക് എടുക്കാം. മൈനസ് എടുത്താൽ ഇവിടെ മൈനസ് എൻ ആയി മാറും, ഇത് പ്ലസ് എം ആവും ബൈ എം മൈനസ് എൻ. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കൂ, ഇത് എം ആദ്യം എഴുതുകയാണെങ്കിൽ എം മൈനസ് എൻ, ഇതും എം മൈനസ് എൻ. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോയാൽ ഇവിടെ മൈനസ് 1 ബാക്കിയുണ്ടാവും. അപ്പോൾ ഡി ഈക്വൽ ടു മൈനസ് 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഈസ് -1. ഇനി ആദ്യ പദം കണ്ടെത്തുക. ആദ്യ പദം കണ്ടെത്താൻ ഡി എത്രയാണ് കിട്ടിയത്? -1. അതെന്ത് ചെയ്യാ? ഇക്വേഷൻ 1ൽ കൊടുക്കുക. ഡി ഈക്വൽ ടു -1 എന്ന് സമവാക്യം ഇക്വേഷൻ 1ൽ കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് കിട്ടും? എഫ് പ്ലസ് എം മൈനസ് 1 ഇൻറ്റു -1 ഈക്വൽ ടു എൻ. അതിൽ നിന്നും എഫ് ഈ പ്ലസും മൈനസും മൈനസ് ബ്രാക്കറ്റിൽ ഇനി എം മൈനസ് 1 എൻ. അപ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോയാൽ എൻ പ്ലസ് എം മൈനസ് 1. അപ്പോൾ നമുക്ക് ആദ്യ പദം എന്ത് കിട്ടും? എം പ്ലസ് എൻ മൈനസ് 1 അല്ലെങ്കിൽ എൻ പ്ലസ് എം മൈനസ് 1. ഫസ്റ്റ് ടേം ഈസ് എം പ്ലസ് എൻ മൈനസ് 1. ഇനി റൈറ്റ് ദ പീത്ത് ടേം. പീത്ത് ടേം എന്ന് പറയുമ്പോൾ പിയാം പദം. അപ്പോൾ നമുക്ക് എക്സ് പി സമം ഒന്നാം പദം പ്ലസ് ഇതിനേക്കാൾ 1 കുറവ് പി മൈനസ് 1 ഇൻറ്റു പൊതുവ്യത്യാസം. ഒന്നാം പദം നമ്മൾ ഇവിടെ കണ്ടുവച്ചു, എം പ്ലസ് എൻ മൈനസ് 1 പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി. ഡി എത്രയാണ്? -1 ആണ് അല്ലേ? ഡി നമ്മൾ -1 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റു -1. അപ്പോൾ ഇത് എം പ്ലസ് എൻ മൈനസ് 1. ഇവിടെ പി ഇൻറ്റു -1 മൈനസ് പി. -1ഉം -1ഉം ഗുണിച്ചാൽ +1. അപ്പോൾ നമുക്ക് -1ഉം +1ഉം ക്യാൻസൽ. ആൻസർ എം പ്ലസ് എൻ മൈനസ് പി. ഓക്കെ, അപ്പോൾ ഇതൊന്നും മനസ്സിലായത് എമ്മാം പദം എന്നും എന്നാം പദം എമ്മുമായാൽ പൊതുവ്യത്യാസം -1 ആണ്. ആദ്യ പദം ഇവ രണ്ടും കൂട്ടിയതിൽ നിന്നും 1 കുറയ്ക്കണം.
എം പ്ലസ് എൻ മൈനസ് 1 ഇനി പി ആം പദം എക്സ് പി എന്ന് പറയുന്നത് എം പ്ലസ് എന്നിൽ നിന്നും പി കുറച്ചതാണ്. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് രണ്ടുമാണ് തന്നിരിക്കുന്ന കണ്ടീഷൻസ്. എക്സ് എം ഈക്വൽ ടു എൻ, എക്സ് എൻ ഈക്വൽ ടു എം. അതിൽ നിന്നും ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് എക്സ് എം പ്ലസ് എൻ, എം പ്ലസ് nth പദം 0 അതും കൂടി ഇതൊന്ന് കിട്ടാവുന്നതാണ്. ഇനി ഈ ചോദ്യം, സമഷഡ്ഭുജത്തിലെ ഒന്നിടവിട്ട മൂലകൾ യോജിപ്പിച്ച് ഉള്ളിൽ ഒരു സമഭുജ ത്രികോണം വരച്ചിരിക്കുന്നു. Alternating vertices of a regular hexagon are joined to form an equilateral triangle inside. അപ്പം നമുക്ക് ഇവിടെ ആദ്യം ഒരു ഹെക്സഗൺ വരയ്ക്കാം. ഓക്കെ, അതായത് 1 2 3 4 5 6. ഓക്കെ, എ ബി സി ഡി ഇ എഫ് ഈ ഒരു ഹെക്സഗൺ, അതായത് റെഗുലർ ഹെക്സഗൺ, അതായത് സമഷഡ്ഭുജം. എല്ലാം ഈക്വൽ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ഇതിലെ ഒന്ന് ഇടവിട്ടിട്ടുള്ള വെർട്ടിസസ്, മൂലകൾ, ഈ മൂലയും ഈ മൂലയും ഈ മൂലയും ചേർത്തുകൊണ്ട് ഒരു ത്രികോണം നമ്മൾ വരച്ചു. ഓക്കെ, ഇനി പറയുന്നത്, ഈ ചിത്രത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ഈ ത്രികോണത്തിന്റെ ഭാഗത്ത് ആവാനുള്ള സാധ്യത. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് എ ഡോട്ട് ഫോൾസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ നമുക്ക് ഇത് ഒരു ത്രികോണം, ഇത് രണ്ടാമത്തെ ത്രികോണം, ഇത് മൂന്നാമത്തെ ത്രികോണം. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇതിലെ വികർണങ്ങൾ, ഡയഗണൽസ് ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ എയിൽ നിന്നുള്ള വികർണം ഏതാണ്? ഡിയിലേക്ക് വരയ്ക്കുന്നതാണ്. അപ്പോൾ എ ഡി എന്നത് എന്താണ്? ഒരു വികർണമാണ്. ബിയിൽ നിന്നും ഇയിലേക്ക് വരയ്ക്കുന്നത് വേറെ ഒരു വികർണമാണ്. അതേപോലെ സി എഫ് മൂന്നാമത്തെ വികർണമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇതാണ് മൂന്നും കൂട്ടിമുട്ടുന്ന ബിന്ദു ഒ. ഓക്കെ, ഇവിടെ എയും ഒയും എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. സോറി, എ ഒ ഇ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ത്രികോണമായി. അത് നാലാമത്തെ ത്രികോണം എന്ന് വിചാരിക്കുക. ഇനി ഇ ഒ ഇത് യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? ഇവിടെ ഒരു ത്രികോണം കിട്ടി, അഞ്ചാമത്തെ ത്രികോണം. ഇത് ആറാമത്തെ ത്രികോണം. ഈ 6 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. സിക്സ് ഈക്വൽ ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ എ ബി ബി സി സി ഡി ഡി ഇ എഫ്
ഇതെല്ലാം തന്നെ നമ്മുടെ റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജത്തിൻ്റെ വശങ്ങളായതുകൊണ്ട് തുല്യമാണ്. ഓക്കെ, പിന്നെ ഇവിടെ O എന്ന ബിന്ദു എന്താണ്? 3 വികർണങ്ങളും 3 ഡയഗണൽസും കൂടുന്ന ബിന്ദുവാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഈ ഓരോ വെർട്ടിസസിലേക്കും ABCDEF ആ വരയ്ക്കുന്ന വര എന്തിന് തുല്യമാണ്? വശങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ ഇവിടെ OAയും OEയും എന്താണ്? തുല്യമാണ്. അതേ നീളം തന്നെയാണ് ആർക്കുള്ളത്? AFനും AEക്കും ഉള്ളത്. വശങ്ങളുടെ അതേ നീളം തന്നെയാണ് നമ്മുടെ ഈ OA OEക്ക് ഉള്ളത്. ഇത് ശരിക്കും എന്താണ്? പരിവൃത്ത കേന്ദ്രമാണ്. ഇവിടെ വെച്ച് ഇവിടെ നമ്മൾ എന്താണ്? OF റേഡിയസ് ആയിട്ട് OF ആരമായി ഒരു വൃത്തം വരച്ചാൽ എല്ലാ വെർട്ടിസസും അതിൽ വരുന്നതായിരിക്കും. എല്ലാ മൂലകളും അതിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് OAയും OEയും തുല്യമാണ്. ഇവിടെ നമുക്ക് AFും FEയും തുല്യമാണ്. ഇനി AFE എന്ന ത്രികോണവും AOE എന്ന ത്രികോണവും എടുത്താൽ AE പൊതുവശമാണ്. അപ്പോൾ ഇവിടെ OA AFന് തുല്യമാണ്. OE FEക്ക് AF ഈക്വൽ ടു FE. സോറി, ഇത് FE എന്നാണ്. OA AFന് തുല്യമാണ്. OA AFന് തുല്യമാണ്. OE EFന് തുല്യമാണ്. കൂടാതെ AE കോമൺ വശമാണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. അതേപോലെ ഇവരെല്ലാവരും തുല്യമാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ചിത്രത്തിൽ നമ്മുടെ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ A എന്നെടുത്താൽ സമഷഡ്ഭുജം ഹെക്സഗണിൻ്റെ ഏരിയ 6A എന്ന് കിട്ടും. ഇങ്ങനത്തെ 3 ത്രികോണങ്ങൾ ചേർന്നതാണ് നമ്മുടെ AEC എന്ന ഒറിജിനൽ ത്രികോണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 3A ആയിരിക്കും. അപ്പോൾ ഒരു കുത്തിട്ടാൽ അത് ഇവിടെ ആവാനുള്ള സാധ്യത ഈ ത്രികോണത്തിൻ്റെ ഏരിയ 3A ബൈ ആകെ പരപ്പളവ് 6A. അപ്പോൾ നമുക്ക് എയും എയും പോയി 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ 6A, ഉള്ളിലെ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഏരിയ ഓഫ് ഇന്നർ ട്രയാങ്കിൾ 3A ആയതുകൊണ്ട് സമഷഡ്ഭുജത്തിനുള്ളിൽ കുത്തിട്ടാൽ അത് ഈ ത്രികോണത്തിലാകാനുള്ള സാധ്യത 3A/6A 1/2. Probability that a dot falls inside the triangle is 1/2. ഓക്കെ, ചിത്രം വരച്ച് ഇവിടെ നമ്മുടെ ഡയഗണൽസ് വരയ്ക്കുക, എന്നിട്ട് 6 ത്രികോണം മാർക്ക് ചെയ്യുക, ഈ കാര്യങ്ങൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3ന്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 15 സംഖ്യകളുടെ ശ്രേണിയാണ് 3, 6, 9 etc. Consider the multiples of 3, 3, 6, 9 etc. ഈ ശ്രേണിയുടെ 15ാം പദം എത്ര? നോക്കൂ, ഒന്നാം പദം 3, രണ്ടാം പദം 3 × 2, തേർഡ് 3 × 3, നാലാമത്തത് 3 × 4. അപ്പോൾ 15ാം പദം x15 സമം 3 × 15 45. ഈ 15 പദങ്ങളുടെ തുക കണക്കാക്കുക. 15 പദങ്ങളുടെ തുക S15 എന്ന് പറയാം. സം ഓഫ് 15 ടേംസ് ഈക്വൽ ടു 15/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് 15ാം പദം 45.
അപ്പം നമുക്ക് 15/2 ഇൻറ്റു 48. അപ്പോൾ 15 ഇൻറ്റു 24. അപ്പോൾ 15 4 60, 6 12 15 2 30, 6 36, 360. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ എഴുതിയ കടലാസുകൾ പെട്ടിയിലുണ്ട്. നമ്പേഴ്സ് 1 to 20 ആർ റിട്ടേൺ ഓൺ പേപ്പർ സ്ലിപ്സ്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ആകെ സംഖ്യകൾ ടോട്ടൽ നമ്പേഴ്സ് ഈക്വൽ ടു 20 അങ്ങനെ എഴുതി വയ്ക്കാം. ഇനി അഭാജ്യസംഖ്യ പ്രൈം ലഭിക്കാനുള്ള സാധ്യത എത്ര? അപ്പോൾ 1 നും 20 നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകൾ നോക്കണം. ഒരു സംഖ്യയ്ക്ക് 2 2 ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് 1 അല്ല, 1 1 മാത്രമേ ഉള്ളൂ. 2ൻ്റെ ഫാക്ടേഴ്സ് 1 2, പിന്നെ 3 കറക്റ്റ്, 5 6 അല്ല 7, പിന്നെ വരുന്നത് 11 ആണ്. 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11, 12 ഇല്ല, കാരണം 2 3 ഒക്കെ ഫാക്ടേഴ്സ് ആണ്. 13 ഓക്കെയാണ്. 14 2 ഇൻറ്റു 7 14, അതുകൊണ്ടില്ല. 15 3 ഇൻറ്റു 5 15, അതുകൊണ്ട് 3 5ഉം ഫാക്ടേഴ്സ് ആണ്. 16 ഇല്ല, 2 ഇൻറ്റു 8, പിന്നെ 17 ഓക്കെയാണ്. 18 2 ഇൻറ്റു 9 18, അതുകൊണ്ട് പ്രൈം അല്ല. 19 ഓക്കെയാണ്. 20 അല്ല. അപ്പോൾ നമുക്ക് 1 മുതൽ 20 വരെ 1 2 3 4 5 6 7 8 8 അഭാജ്യസംഖ്യകളുണ്ട്. There are 8 prime numbers from 1 to 20. അപ്പോൾ ഇനി അഭാജ്യസംഖ്യ ലഭിക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. അഭാജ്യസംഖ്യകളുടെ എണ്ണം, പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം 8 ടോട്ടൽ നമ്പർ 20. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 2/5. ഓക്കെ. 5ൻ്റെ ഗുണിതം ലഭിക്കാനുള്ള സാധ്യത, 1 നും 20 നും ഇടയ്ക്കുള്ള 5ൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 5 10 15 20. അപ്പോൾ 5ൻ്റെ 4 ഗുണിതങ്ങൾ ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഈക്വൽ ടു 4 ആകെ 20. അപ്പോൾ നമുക്ക് 1/5. ഇനി 98ാമത്തെ ചോദ്യം. ചക്രീയ ചതുർഭുജം ABCD, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പം നമുക്കത് റഫായിട്ട് ഇവിടെ വരയ്ക്കാം. അപ്പം നമുക്ക് ഇതാണ് റഫായിട്ടുള്ള ചക്രീയ ചതുർഭുജം ABCD. ഓക്കെ, ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി ഇതിൽ കോൺ ABD 45. ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കണം. ഇത് 45. കോൺ DBC 35. ഓക്കെ. കോൺ ADC എത്ര? ADC, ഇതാണ് ADC. അപ്പോൾ നമുക്കിവിടെ കോൺ ABC എത്ര കിട്ടും? ABC 45 + 35 80 എന്ന് കിട്ടും. ഓക്കെ. ഇനി ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് sum of opposite angles of cyclic quadrilateral is 180. അതുകൊണ്ട് കോൺ ABC + ADC എത്രയാ? 180 ഡിഗ്രി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോൺ ADC സമം 180 മൈനസ് ഈ 80 100 ഡിഗ്രി. അപ്പോൾ ഇവിടെ 100 ഡിഗ്രി. ഓക്കെ.
ഇനി കോൺ എ സി ഡി എത്ര? എയിൽ നിന്നും സിയിലേക്കൊരു വര വരച്ചു, എന്നിട്ട് ഇതും കൂടിയും വരച്ചു. എ സി ഡി എത്ര? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എ ഡി എന്ന ചാപം നോക്കുക. എ ഡി എന്ന ചാപത്തിൻ്റെ ആർക്കിൻ്റെ ആൾട്ടർനേറ്റ് ആർക്ക്, അതാണ് നമ്മുടെ എ ബി സി ഡി. മറുചാപമാണ് എ ബി സി ഡി. അതിലുള്ള കോണുകളാണ് എ ബി ഡിയും എ സി ഡിയും. രണ്ടും തുടങ്ങുന്നതും അവസാനിക്കുന്നതും എയിലും ഡിയിലുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും തുല്യമായിരിക്കും. കോൺ എ ബി ഡി 45 ആണ്, അതുകൊണ്ട് കോൺ എ സി ഡിയും 45 ആയിരിക്കും. കോൺ എ സി ഡി സമം കോൺ എ ബി ഡി 45 ഡിഗ്രി. കാരണം ഒരേ ചാപത്തിലുള്ള കോണുകൾ തുല്യം. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് ആർക്ക് ആർ ഈക്വൽ. ആർക്ക് എ ഡി ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 45 ഡിഗ്രി. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇതുപോലൊരു ചിത്രം വരച്ച് അത് എഴുതുക. 99ാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ തുക sum of first n terms of arithmetic sequence is Sn equal to 2n square plus 5n. ആദ്യ പദം കണ്ടെത്തുക. ആദ്യ പദം എളുപ്പമാണ്, ഇവിടെ കാര്യം ശ്രദ്ധിക്കാം. Sn സമം പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പി എത്രയാണ്? 2, ക്യു 5. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദം പി പ്ലസ് ക്യു ആയിരിക്കും, 7 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എന്നിന് 1 കൊടുക്കുക. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 സ്ക്വയർ പ്ലസ് 5 × 1 7 എന്ന് കിട്ടും. ഇനി പൊതുവ്യത്യാസവും ഇതേപോലെ കാണാം. പൊതുവ്യത്യാസം പിയുടെ ഡബിൾ ആയിരിക്കും, 2p. 2 × 2 4. ഓക്കെ, ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? പൊതുവ്യത്യാസത്തിന് 2 പദങ്ങൾ വേണം. ഒന്നാം പദം കിട്ടി. ഇനി 2 പദങ്ങളുടെ തുക എഴുതുക. 2 പദങ്ങളുടെ തുക n 2 കൊടുത്താൽ മതി. 2 × 2 സ്ക്വയർ പ്ലസ് 5 × 2. അപ്പോൾ 2 × 2 4, 4 2 8 പ്ലസ് 5 × 2 10, 18 എന്ന് കിട്ടും. 2 പദങ്ങളുടെ തുക, അതായത് ഒന്നാം പദം പ്ലസ് രണ്ടാം പദം x1 പ്ലസ് x2 സമം 18. ഇതിൽ നിന്നും രണ്ടാം പദം 18 മൈനസ് ഒന്നാം പദം 7 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഫും x1ഉം ഒന്നാണ്, അപ്പോൾ 11 എന്ന് കിട്ടും. ഓക്കെ, ആര്? രണ്ടാം പദം. ഈ രണ്ടാം പദത്തിൽ നിന്നും ഇനി പൊതുവ്യത്യാസം നമുക്ക് എഴുതാം. പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് x2 മൈനസ് x1. അപ്പം നമുക്ക് 11 മൈനസ് 7 4 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? Sn ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ ആണെങ്കിൽ പൊതുവ്യത്യാസം 2p ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് 4 എന്ന് നേരിട്ട് എഴുതാം. ഇനി എന്നാം പദം എഴുതുക. എന്നാം പദം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതും എളുപ്പത്തിൽ എഴുതാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാം പദം എന്ന് പറയുമ്പോൾ നമുക്ക് എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലാണ്. ഇവിടെ എ എന്ന് പറയുന്നത് ഡി എൻ പ്ലസ്
എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലാണ്. ഇവിടെ എ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 2p ആയിരിക്കും. അപ്പോൾ 2p എന്ന് പറഞ്ഞാൽ അവിടെ 4 ആണല്ലോ, 4n പ്ലസ് ബി എന്ന് പറയുന്നത് q മൈനസ് പി ആയിരിക്കും. q 5 ആണ്, പി 2 ആണ്. അപ്പോൾ 4n പ്ലസ് 3 ആണ് ആൻസർ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അല്ലാതെ ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് n-ാം പദം dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡി എന്ന് പറയുന്നത് 4 അല്ലേ, 4 ഡി, പൊതുവ്യത്യാസം 4n പ്ലസ് 1-ാം പദം 7 മൈനസ് 4. അപ്പോൾ നമുക്ക് 4n പ്ലസ് 3 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നേരിട്ട് നമുക്ക് എഴുതാം. നേരിട്ട് എഴുതുന്ന സമയത്താണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എക്സ് എൻ സമം പിയുടെ ഇരട്ടി 4n പ്ലസ് 5 മൈനസ് 2 3. ഓക്കെ, അങ്ങനെയും ഓർത്ത് വയ്ക്കാം. ഇനി 100-ാമത്തെ ചോദ്യം. 2 പകിടകൾ ഒരുമിച്ച് ഉരുട്ടുന്നു. 2 ഡൈസ് ആർ റോൾഡ് ടുഗദർ. അപ്പോൾ ഒന്നാമത്തെ ഡൈസ് 1 2 3 4 5 6. രണ്ടാമത്തെ ഡൈസിൽ 1 2 3 4 5 6. അപ്പോൾ ഇതിൽ ആര് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഒരുമിച്ചിടുന്ന സമയത്ത് ആദ്യത്തിൽ 1 വരികയാണെങ്കിൽ രണ്ടാമത്തേതിൽ 6 സാധ്യത. 2 ആണ് വരുന്നെങ്കിൽ വീണ്ടും 6 സാധ്യത. 3 ആണെങ്കിൽ വീണ്ടും 6 സാധ്യത. 4 ആണെങ്കിൽ വീണ്ടും 6. 5 ആണെങ്കിൽ 6 സാധ്യത. 6 ആണെങ്കിൽ 6 സാധ്യത. അപ്പോൾ ആകെ സാധ്യതകൾ 6 × 6 36 ആണ്. അപ്പോൾ ആദ്യം അത് എഴുതി വയ്ക്കുക. ആകെ ഫലങ്ങൾ ടോട്ടൽ ഔട്ട്കംസ് ഈക്വൽ ടു 6 × 6. ഇനി തുക 12 ആകാനുള്ള സാധ്യത. 1-നോട് 11 കൂട്ടിയാലാണ് 12. അതൊന്നും ഇവിടെ ഇല്ല. 2-നും പറ്റില്ല. 3 9, 4 8, 5 5-നോട് 7 കൂട്ടണം അല്ലേ, അതുമില്ല. 6 കൂട്ടിയാൽ 12. അപ്പം നമുക്ക് തുക 12 ആകാനുള്ള ജോഡികളുടെ എണ്ണം ഒരെണ്ണം. തുക 12 6 6. അതെത്രയാ, സം 12, കൗണ്ട് ഈസ് 1. അപ്പോൾ probability that sum of numbers is 12 equal to sum 12 വരുന്ന outcomes 1 by ആകെ outcomes 12. സോറി, ആകെയുള്ളത് 36, തെറ്റിപ്പോയി. ആകെ 36, 1 by 36. തുക 13 ആകാനുള്ള സാധ്യത. ഇപ്പോൾ ഇവിടെ നമ്മൾ 6-നോട് 6 കൂട്ടിയാൽ 12. ഇനി ഇവിടെ 13 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, 6-നോട് 7 കൂട്ടണം. അപ്പോൾ ഇവിടെ ഇതിൽ ഏത് 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് തുക 13 കിട്ടില്ല. അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി 0. പരമാവധി തുക 12 ആണ്. മാക്സിമം സം ഈസ് 12. തുക 13 വരാൻ സാധ്യതയില്ല. So sum 13 is impossible. Therefore, probability that sum is 13, തുക 13 ആകാനുള്ള സാധ്യത 0. ഓക്കെ, സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളുടെ തുക 30-ഉം ഗുണനഫലം 360-ഉമാണ്. നടുവിലത്തെ പദം എത്ര? ഈ 3 പദങ്ങളും കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ തുടർച്ചയായ 3 പദങ്ങളുടെ തുക 30. അപ്പം നമുക്ക് ഇവിടെ നടുവിലെത്തത് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിനോട് പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കും അടുത്ത സംഖ്യ, പൊതുവ്യത്യാസം കുറച്ചതായിരിക്കും മുമ്പത്തെ സംഖ്യ. അപ്പോൾ സംഖ്യകൾ എക്സ് മൈനസ് ഡി, എക്സ്, എക്സ് പ്ലസ് ഡി എന്ന് കരുതുക. ലെറ്റ് ദ നമ്പേഴ്സ് ബി സംഖ്യകൾ എക്സ് മൈനസ് ഡി, എക്സ്, എക്സ് പ്ലസ് ഡി എന്ന് വിചാരിക്കുക.
നടുവിലുള്ളത് എക്സ് ആണേ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മൂന്നും കൂടി കൂട്ടാം. അപ്പം നമുക്കിവിടെ എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി സമം തുക, 3 പദങ്ങളുടെ തുക 30. അപ്പോൾ ഇതിൽ നിന്നും മൈനസ് ഡിയും പ്ലസ് ഡിയും പോയി, എക്സും 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 3x 30 എന്ന് കിട്ടും. എക്സ് 30/3 10 എന്ന് കിട്ടി. അപ്പോൾ നടുവിലെ പദം 10. ഓക്കെ, ഇനി ഗുണനഫലം 960. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടെ എന്ത് ചെയ്യാം? സംഖ്യകൾ അപ്പം എന്തൊക്കെ ആവും? 10 മൈനസ് ഡി, 10, 10 പ്ലസ് ഡി. ഇതാണ് സംഖ്യകൾ. ഇതിൻ്റെ ഗുണനഫലം എഴുതുമ്പോൾ ഇതിനെ ഗുണിക്കാം. അപ്പം ഇവിടെ 10 മൈനസ് ഡി ഇൻറ്റു 10 ഇൻറ്റു 10 പ്ലസ് ഡി, അത് 960 ആണെന്ന് തന്നിട്ടുണ്ട്, 960. ഇനി ഈ 10നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത് 10 മൈനസ് ഡി ഇൻറ്റു 10 പ്ലസ് ഡി സമം 960/10. അപ്പം ഇത് 96 എന്ന് കിട്ടും. ഇനി കൂട്ടുകാരെ ഇത് നോക്കൂ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ഇവിടെ എ എന്ന് പറയുന്നത് 10 ആണ്, ബി എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു 96 എന്ന് എഴുതാം. 100 മൈനസ് ഡി സ്ക്വയർ 96. ഡി സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, 96നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഡി സ്ക്വയർ അങ്ങോട്ട് പോയി, സമം 100 മൈനസ് 96. ഡി സ്ക്വയർ ഈക്വൽ ടു 100ന് 96 പോയാൽ 4. ഒരു സംഖ്യയുടെ സ്ക്വയർ വർഗം 4 ആണെങ്കിൽ സംഖ്യ √4, അതായത് ഡി 2 എന്ന് കിട്ടും. പൊതുവ്യത്യാസം 2. പൊതുവ്യത്യാസം 2 ആണെങ്കിൽ നമ്മുടെ സംഖ്യകൾ 10 മൈനസ് 2 8, പിന്നെ 10, 10 പ്ലസ് 2 12, 8, 10, 12 ഇവയാണ് നമ്മുടെ പദങ്ങൾ. ഓക്കെ, അപ്പോൾ 3 പദങ്ങളും കണ്ടെത്തി. ഇത് നല്ലൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ചോദ്യം. ചിത്രത്തിൽ വൃത്തകേന്ദ്രം O ആയ വൃത്തകേന്ദ്രം O ആയ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി. ഇൻ ഫിഗർ എ ബി സി ആർ പോയിന്റ്സ് ഓൺ സർക്കിൾസ് വിത്ത് സെന്റർ O. കോൺ എ ഒ സി 100 ഡിഗ്രി, എ ഒ സി 100 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺ എ ബി സി എത്ര? സിമ്പിളാണ്. എ സിയുടെ കേന്ദ്രകോൺ, എ സി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എ ഒ സി ആയതുകൊണ്ട് മറുചാപത്തിലെ കോൺ എ ബി സി ഇതിൻ്റെ പകുതി 50 ഡിഗ്രി. Central angle of arc AC is 100 degree. So angle in the alternate arc ABC is half of it, that is 100/2 50. കോൺ OAC എത്ര? അതിനു വേണ്ടി നമുക്ക് OAC ഇതിങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ത്രികോണം OACയിൽ
in triangle OAC, OA equal to OC equal to ആരം റേഡിയസ് R. ഓക്കെ, അപ്പോ രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണമാണിത്. അതുകൊണ്ട് അവയ്ക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. OAയുടെ എതിരെയുള്ള കോൺ ആരാണ്? OCA. OCA സമം OCക്ക് എതിരെയുള്ള ആംഗിൾ ഇതാണ്, OAC, കോൺ OAC. ഇതിൽ നമുക്ക് അറിയാവുന്നത് ഏതാണ്? രണ്ടും തുല്യമാണ്. രണ്ടും നമുക്കറിയില്ല. പക്ഷേ മൂന്നാമത്തെ കോൺ AOC 100 അതുകൊണ്ട് ഇതിലെ ഒരു കോൺ എന്തായിരിക്കും? 180 മൈനസ് 100/2. അപ്പോൾ 80/2 40 ഡിഗ്രി ആയിരിക്കും ഇവര്. ഓക്കെ, കോൺ OCA ഈക്വൽ ടു കോൺ OAC ഈക്വൽ ടു 180 മൈനസ് 100/2. അപ്പം നമുക്ക് 40 ഡിഗ്രി. കാരണം ഇതും കൂട്ടിയാൽ 180 വേണം. ഇത് 100 ബാക്കിയുള്ളത് 80 അതിൻ്റെ പകുതി. ഓക്കെ, ഒന്ന്, 2, 3, 4, 5 കാർഡുകൾ കൊണ്ട് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. അപ്പം നമുക്കിവിടെ ആദ്യം ഇങ്ങനെ 5 കാർഡുകളുണ്ട്. ഇതുകൊണ്ട് രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു ആവർത്തിക്കാതെ. 2-digit numbers are made using cards 1, 2, 3, 4, 5 without repetition. ആകെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ 1 എടുക്കുന്നത് എങ്കിൽ പിന്നെ എനിക്ക് 1 ഉപയോഗിക്കും. ഇപ്പം രണ്ടക്ക സംഖ്യയിൽ ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ, ആദ്യം 1 എടുത്തു കഴിഞ്ഞാൽ ഈ അക്കം 1 പാടില്ല. 4 സാധ്യതകളാണ് എനിക്കുള്ളത്. ഇനി 1 പകരം 2 എടുക്കുന്നതെങ്കിൽ വീണ്ടും 4 സാധ്യത. അങ്ങനെ നമുക്ക് 5 പ്രാവശ്യം 4 സാധ്യത. അപ്പോൾ 5 × 4. ഒന്നാമത്തെ അക്കം 5 സാധ്യത. ഇതിൽ ഓരോന്നിനും രണ്ടാമത്തെ അക്കത്തിന് 4 സാധ്യത. അപ്പോൾ ആകെ 20 സാധ്യതകൾ. അപ്പോൾ ആകെ എത്ര സംഖ്യകൾ ഉണ്ടാവും? 5 × 4 20. ഇരട്ട സംഖ്യ ലഭിക്കാനുള്ള സാധ്യത എത്ര? ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 സ്ഥാനങ്ങളല്ലേ ഉള്ളത്. ഒന്നാം സ്ഥാനം യൂണിറ്റ് പ്ലേസിൽ എന്ത് വരണം? ഇരട്ട അക്കം വരണം. അതായത് 2 അല്ലെങ്കിൽ 4 വന്നാൽ മാത്രമാണ് ഇരട്ട സംഖ്യ ആവുക. അപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനത്ത് 2 വരികയാണെങ്കിൽ ഇവിടെ ഞാൻ 2 ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവിടെ ആരൊക്കെ വരാം? 1, 2, 3, 4 4 സാധ്യതകളുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ 4 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 14, 34, 54 വരാം. 14, 24, 34, 54 എന്ന് വരാം. 44 വരില്ല, കാരണം ആവർത്തിക്കാൻ പാടില്ല. അപ്പം ഇവിടെ നമുക്ക് 4 സാധ്യത. അപ്പം നമുക്ക് എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യ വരാനുള്ളത് ആരൊക്കെയാണ്? 2 സാധ്യത × 4. അപ്പോൾ നമുക്കിവിടെ 8 സാധ്യതകളുണ്ട്. 1ന്റെ സ്ഥാനത്ത് 2 അല്ലെങ്കിൽ 4 വരണം. യൂണിറ്റ് ഡിജിറ്റ് മസ്റ്റ് ബി 2 or 4. അപ്പം നമുക്ക് എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? 2 × 4 8 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് വേണം? സാധ്യത. സാധ്യത എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യകളുടെ എണ്ണം ബൈ ആകെ സംഖ്യകൾ 8/20. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഈക്വൽ ടു ഈവൻ നമ്പേഴ്സ് 8/20.
ടോട്ടൽ നമ്പേഴ്സ് 4/5. സോറി, 8/20 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 2/5. ഓക്കെ, അപ്പോൾ ആൻസർ 2/5. അടുത്ത ചോദ്യം. ഒന്നാം പദം f = 5, പൊതുവ്യത്യാസം d 3. ഇതിലെ 20ാം പദം 20th ടേം സിമ്പിൾ x 20 സമം ഒന്നാം പദം പ്ലസ് 1 കുറവ് 19 പൊതുവ്യത്യാസം. അപ്പോൾ നമുക്ക് 5 പ്ലസ് 19 × 3 27 5 32. സോറി, 19 × 3 57, 57 5 62. ഓക്കെ, ആദ്യത്തെ 20 പദങ്ങളുടെ തുക. 20 പദങ്ങളുടെ തുക s 20 സമം n/2 20/2 × ഒന്നാം പദം 5 പ്ലസ് 20ാം പദം 62. 62 അല്ലേ? യെസ്. അപ്പോൾ നമുക്കിവിടെ 20/2 10 × 67 670. ഓക്കെ, ഈ പാർട്ടിലെ അവസാന ചോദ്യം. ചക്രീയ ചതുർഭുജം ABCDയിൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വൃത്തം വരച്ചു. അതിൽ ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD വരച്ചു. കോൺ A = twice ഓഫ് കോൺ C. കോൺ A എന്ന് പറയുന്നത് കോൺ സിയുടെ ഇരട്ടിയാണ്. അപ്പോൾ കോൺ എയും കോൺ സിയും കണ്ടെത്തുക. ഈ രണ്ടിൻ്റെയും തുക 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം? ചെറുത് നമുക്ക് x എടുക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും? 2x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺ A പ്ലസ് കോൺ C എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? കോൺ എക്ക് പകരം 2 കോൺ C പ്ലസ് കോൺ C. അപ്പോൾ 3 കോൺ C സമം 180. അപ്പോൾ ഇതിൽ നിന്നും കോൺ C സമം 180/3 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺ A എന്തായിരിക്കും? 2 × 60 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എക്സും 2x എഴുതണ്ട, നേരിട്ട് എഴുതാം. നമ്മൾ നേരിട്ട് കണ്ടുപിടിച്ചു. കോൺ A സമം 2 കോൺ C തന്നിട്ടുണ്ട്. എയും സിയും ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകളാണ്. അപ്പോൾ കോൺ A പ്ലസ് കോൺ C സമം കോൺ എക്ക് പകരം ഇത് കൊടുത്തു 2 കോൺ C പ്ലസ് കോൺ C. അപ്പോൾ 3 ആംഗിൾ C = 180 60 എന്ന് കിട്ടും. A എന്ന് പറയുന്നത് 2 × 60 120. ഓക്കെ, ഇനി കോൺ B 110 ആയാൽ കോൺ D എത്ര? സിമ്പിൾ, കോൺ D സമം 180 മൈനസ് 110 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അങ്ങനെ പാർട്ട് 7 7ാം ഭാഗം വരെ ചെയ്തു തീർക്കുകയാണ്. 8ാം ഭാഗത്തിൽ നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്.